രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 4ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് വേണ്ടിയുള്ള കമ്മീഷനുകളുടെ നിയമനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക. 11 കമ്മീഷനുകളും 3 സെക്രട്ടേറിയറ്റുകളുമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നടത്തിപ്പിനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആൽഫ്രഡോ ഒറ്റാവനിയുടെ നേതൃത്വത്തിൽ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും വേണ്ടിയുള്ള കമ്മീഷൻ, പൗളോ മറല്ലായുടെ നേതൃത്വത്തിൽ ബിഷപ്പുമാർക്കും രൂപതകൾക്കും വേണ്ടിയുള്ള കമ്മീഷൻ, അമലേറ്റോ ജിയോവാനിയുടെ നേതൃത്വത്തിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ, ബെനഡിക്തോ അയോലിസി മസല്ലയുടെ നേതൃത്വത്തിൽ കുദാശകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ, പിയത്രോ സിറാച്ചിയുടെ നേതൃത്വത്തിൽ പുരോഹിതർക്കും ക്രൈസ്തവർക്കും വേണ്ടിയുള്ള കമ്മീഷൻ, ഇൽഡെ ബ്രാൻഡോ അന്റോണിയോട്ടയുടെ നേതൃത്വത്തിൽ സമർപ്പിതർക്ക് വേണ്ടിയുള്ള കമ്മീഷൻ, അർക്കാഡിയോ ലാറയണയുടെ നേതൃത്വത്തിൽ ആരാധനാക്രമത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ, ഗ്രിഗോറിയോ പിയത്രോ 15-ാമന്റെ നേതൃത്വത്തിൽ മിഷന് വേണ്ടിയുള്ള കമ്മീഷൻ, ജുസപ്പെ പിസാർഡിയുടെ നേതൃത്വത്തിൽ സെമിനാരികൾക്കും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള കമ്മീഷൻ, ഫെർണാണ്ടോ സത്തിയുടെ നേതൃത്വത്തിൽ അൽമായർക്ക് വേണ്ടിയുള്ള കമ്മീഷൻ, അഗസ്റ്റിൻ ബെയായുടെ നേതൃത്വത്തിൽ എക്യുമെനിസത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ, ഗുസ്താവോ ട്രീസ്റ്റയുടെ നേതൃത്വത്തിൽ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള കമ്മീഷൻ എന്നിങ്ങനെയായിരുന്നു ഈ 11 കമ്മീഷനുകൾ. ഈ 11 കമ്മീഷനുകൾക്കും നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയും കൗൺസിലിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും 4 മോഡറേറ്റർമാരെയും മാർപ്പാപ്പ നിയമിച്ചു. എല്ലാ കമ്മീഷനുകളിലും അംഗമായിരുന്നത് 2 പേർ മാത്രമാണ്. ജർമ്മനിയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഡോഫിനറും ബെൽജിയത്തുള്ള ബ്രസൽസിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന സൂനൻസുമായിരുന്നു ഈ 2 കർദിനാളന്മാർ. അന്ന് ലോകത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട, അവരവരുടെ രൂപതകളിലും അംഗീകരിക്കപ്പെട്ട, ഏറ്റവും പ്രഗത്ഭരെന്നും പ്രശസ്തരെന്നും കരുതപ്പെട്ടിരുന്ന 2 ദിവ്യശാസ്ത്രജ്ഞരും കർദിനാളന്മാരുമായിരുന്നു സൂനൻസും ഡോഫിനറും. എല്ലാ ആഴ്ചയിലും മാർപ്പാപ്പ ഇവരുമായിട്ട് കൗൺസിലിനെ വിലയിരുത്തിയിരുന്നു. കൗൺസിലിന്റെ ആരംഭം മുതൽ അവസാനം വരെ 23-ാം യോഹന്നാൻ മാർപ്പാപ്പായും പിന്നീട് പോൾ 6-ാമൻ മാർപ്പാപ്പായും അങ്ങനെ വളരെ നല്ല രീതിയിൽ ക്രമത്തിലും ചിട്ടയിലും തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്ത ലോകത്തിന് വെളിച്ചമായി തീർന്ന മനോഹരമായൊരു കൗൺസിലായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ.